ആസാമിൻ്റെ മുഖ്യമന്ത്രി ഒരു AI ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ മീഡിയ എന്ന് പുറത്തു വന്നിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ഒരു മുസ്ലിം യുവാവിന് നേരെ വെടിവെക്കുന്ന അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു ഇത്. അങ്ങനെ ഒരു സംഭവം ആക്ച്വലിക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതേതരത്തെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ഞങ്ങളോർത്തു പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പ്രതികരിക്കുകയെങ്കിലും ചെയ്യുമെന്നോർത്തു. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ? ഇതേ സംഭവമല്ലേ ഇതുപോലെ തന്നെയല്ലായിരുന്നോ മണിപ്പൂരിൽ ഉണ്ടായത്? അവിടെ ഒരു സമുദായത്തിനെതിരെ ഉണ്ടായ അക്രമം 3 കൊല്ലത്തിൽ കൂടുതലായി ഇപ്പോഴും അക്രമം നടക്കുകയാണ്. 1.5 വർഷക്കാലം എടുത്തു പ്രധാനമന്ത്രി അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ, അതിനെ എതിർത്ത് ആ സംഘർഷം അത് പാടില്ലായിരുന്നു എന്ന് പറയാൻ 1.5 വർഷം എടുത്ത് പാർലമെന്റിനകത്ത് ഒരു വാക്കേ അതിന്നിട്ടും പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഇനി തെരഞ്ഞെടുപ്പിലേക്ക് വരിക, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരിക. ഇവിടെ വർഗീയ കലാപങ്ങൾ രൂപപ്പെടുത്തുവാനായിട്ടാണ് ഇതിൻ്റെയൊക്കെ ശ്രമം നടക്കുന്നത്. അതിന് പലരും അതിനുവേണ്ടി എതിർക്കേണ്ടവർ പലരും എതിർക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കേരള സംസ്ഥാനത്തിന്റെ പ്രസക്തി വരാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം എടുത്തു നോക്കിയാൽ എവിടെയെങ്കിലും ആ തരത്തിലുള്ള ഒരു കലാപം രൂപപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. ഉണ്ടാക്കാനൊക്കെ ചിലവർക്ക് അതിനകത്തുള്ള ചില താല്പര്യങ്ങളും കാണും. പക്ഷെ അതിനെ അടിച്ചമർത്തുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.